ഹലോ, വിവാഹ സാഫല്യം എന്ന എൻ്റെ ഈ ചാനലിൽ ഇന്ന് ഈ എപ്പിസോഡിൽ നിങ്ങൾക്കായിട്ട് ഞാൻ പറയാൻ പോകുന്നത് സെക്കൻഡ് മാരേജിലായ അഥവാ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ടതായ 3 മുസ്ലിം സ്ത്രീകളുടെ ബയോഡാറ്റയാണ്. അവർ 3 പേരും തന്നെ മക്കൾ ഇല്ലാത്തവരാണ്. ഒരാൾക്ക് ഇതിൽ 38 വയസ്സാണ്. 38 വയസ്സുള്ള ആൾ മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ വീട്. അവർക്ക് MSc ക്വാളിഫിക്കേഷനുള്ള കുട്ടിയാണ്. MSc ഫിസിക്സാണ് പഠിച്ചത്. ടീച്ചറായിട്ട് ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഫാദറും മദറൊക്കെ ഉണ്ട്. പിന്നെ ഒരു സിസ്റ്റർ ഉണ്ട്. അവർ മാരേജ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ആൺകുട്ടി ഉണ്ട്. അവരെ ബ്രദർ, അവരെയും കല്യാണം കഴിഞ്ഞതാണ് കേട്ടോ. രണ്ടാമത്തെ കുട്ടി ഖൈറുന്നീസ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി 42 വയസ്സാണ് അവരുടെ പ്രായം. അവർക്ക് വലിയ ക്വാളിഫിക്കേഷനൊന്നുമില്ല. 10ാം ക്ലാസ് വരെയാണ് അവർ പഠിച്ചത്. ഫാദറും മദറും ലേറ്റാണ്. പിന്നെ അവർ താമസിക്കുന്ന സഹോദരൻ്റെ കൂടെയാണ്. പിന്നെ സുന്നി വിഭാഗത്തിലാണ് അവർ ഉള്ളത്. അവർക്ക് പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല. മലപ്പുറം ജില്ലയിൽ ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുള്ളത്. പിന്നെ അടുത്ത കുട്ടി ഐഷ എന്നുള്ള കുട്ടിയാണ്. ഐഷ എന്ന് പേരായ കുട്ടിയാണ്. ആ കുട്ടി +2 ആണ് ക്വാളിഫിക്കേഷന്. 40 വയസ്സാണ് പ്രായം വരുന്നത്. ആ കുട്ടികൾക്കും കുട്ടികളില്ല. പിന്നെ ഫാദറും മദറൊക്കെ ഉണ്ട്. അവർ 3 പെൺകുട്ടികളുണ്ട്. 3 പെൺകുട്ടികളെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരാങ്ങളക്കുട്ടിയുണ്ട്. ആ കുട്ടീൻ്റെയും കല്യാണം കഴിഞ്ഞതാണ്. പിന്നെ മലപ്പുറം ജില്ലയിൽ കുഴിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ വീട്. പിന്നെ പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നുമില്ല അവർക്ക്. ഇപ്പോൾ 3 കൂട്ടർക്കാണെങ്കിലും പ്രത്യേകം ഡിമാൻഡുകളൊന്നും പറഞ്ഞില്ല. നല്ലൊരു ഫാമിലി ആവണം. പിന്നെ മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളാണ് കൂടുതലായിട്ട് നോക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഡിമാൻഡുകളൊന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം. മാത്രമല്ല നമ്മളെ ഈ ചാനൽ നിങ്ങൾക്ക് വീണ്ടും നമ്മുടെ റിലേഷനോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ സുഹൃത്തുക്കൾക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ. എന്നാലും നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, എന്നാൽ ശരി.